ഹലോ, ഇന്ന് നമുക്ക് ബേബി എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? ലവ് ഫെയിലിയർ ആയവർക്ക് ഈ ഒരു സിനിമ വളരെ പെയിൻഫുൾ ആയിരിക്കും. അത്രയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു പ്രണയ ചിത്രമാണിത്. മറക്കാതെ ഈ വീഡിയോ ഫുള്ളായി കാണണേ. സിനിമയുടെ തുടക്കത്തിൽ നായകനായ ആനന്ദ് താടിയും മുടിയൊക്കെ വളർത്തി മദ്യപിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരു പെണ്ണിനെ പറ്റി ആലോചിച്ച് തന്നെ ജീവിക്കുകയാണ് ആനന്ദ്. എങ്ങനെയാണ് ആനന്ദ് ഈ ഒരു അവസ്ഥയിലെത്തിയതെന്നും ആ പെൺകുട്ടിയുമായി എന്താണ് അവന് ബന്ധമെന്നുമാണ് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴി കാണിക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടി അവനെ തന്നെ ശ്രദ്ധിക്കുന്നു. അതാണ് കഥയിലെ നായികയായ വൈഷ്ണവി. വൈഷ്ണവിക്ക് ആനന്ദിനെ വലിയ ഇഷ്ടമാണ്. വൈഷ്ണവി തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം മനസ്സിലാക്കിയ ആനന്ദാണെങ്കിൽ ഒരിക്കൽ വൈഷ്ണവിയോട് എന്തിനാ നീ എന്നെ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈഷ്ണവിയാണെങ്കിൽ അതിനൊന്നും മറുപടി നൽകാതെ ഷോക്കായി നടന്നു പോകുന്നു. വൈഷ്ണവിയും ആനന്ദും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവൾക്ക് പ്രണയമുള്ള കാര്യം ആനന്ദും മനസ്സിലാക്കുന്നു. ഒരിക്കൽ രക്ഷാബന്ധൻ ദിവസമായിരുന്നു. അന്ന് സാറാണെങ്കിൽ പെൺകുട്ടികളോട് ആൺകുട്ടികൾക്ക് രാഖി കെട്ടി കൊടുക്കുവാനായി പറയും. എന്നാൽ വൈഷ്ണവിയാണെങ്കിലോ ആനന്ദിന് മാത്രം രാഖി കെട്ടില്ല. എന്താ കെട്ടാത്തത് എന്ന് ചോദിച്ച് സാറാണെങ്കിൽ വൈഷ്ണവിയെ ഒരുപാട് തല്ലുന്നു. ഇത് കാണുന്ന ആനന്ദിന് ദേഷ്യവും സങ്കടവും ഒക്കെ വരും. ക്ലാസ് കഴിഞ്ഞിറങ്ങിപ്പോകുന്ന വൈഷ്ണവിയുടെ കയ്യിലെ അടികൊണ്ട പാട് കാണുന്ന ആനന്ദിന് ഒരുപാട് സങ്കടമാകും. ആനന്ദാണെങ്കിൽ തനിക്ക് ഇഷ്ടമാണ്, പ്രണയിച്ചോട്ടെ എന്ന് വൈഷ്ണവിയോട് ചോദിക്കുമ്പോൾ വൈഷ്ണവിയാണെങ്കിൽ അതിന് എസ് പറയുന്നു. ആനന്ദും വൈഷ്ണവിയും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. ഗിഫ്റ്റുകളൊക്കെ ഒരുപാട് ഇഷ്ടമായ വൈഷ്ണവിക്ക് ആനന്ദ് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ നൽകുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോകെ വൈഷ്ണവി ചേരുന്ന ട്യൂഷനിൽ ആനന്ദും ചേരുകയാണ്. ആനന്ദിനാണെങ്കിലോ താല്പര്യമുണ്ടായിട്ട് ചേരുന്നതൊന്നുമല്ല. ആനന്ദിന്റെ അമ്മയാണ് അവനെ ട്യൂഷനിലാക്കിയത്. അവന് അച്ഛനില്ല, അമ്മ മാത്രമാണുള്ളത്. അമ്മയ്ക്കാണെങ്കിലോ ചെവി കേൾക്കുവാനോ സംസാരിക്കുവാനോ കഴിയില്ല. അതുകൊണ്ട് ആനന്ദിന് അമ്മയെ ഇഷ്ടമേ അല്ല. കാരണം എന്തെന്നാൽ അമ്മ എന്തെങ്കിലും പറയുവാൻ ശ്രമിക്കുമ്പോഴൊക്കെ കൂട്ടുകാരൊക്കെ അത് കണ്ട് ചിരിക്കുകയും അവനെ കളിയാക്കുകയും ഒക്കെ ചെയ്യും. അതാണ് ആനന്ദിന് അമ്മയെ ഇഷ്ടമല്ലാത്ത കാരണം. അമ്മയ്ക്ക് ആനന്ദ് എങ്ങനെയും പഠിച്ച് നല്ല നിലയിലെത്തണമെന്നാണ് ആഗ്രഹം. എന്നാൽ പഠിക്കുവാൻ താല്പര്യമില്ലാത്ത ആനന്ദാണെങ്കിലോ പരീക്ഷയിൽ തോറ്റും പോകുന്നു. വൈഷ്ണവി പഠിച്ച് നല്ല നിലയിൽ പരീക്ഷ പാസ്സായി ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും ചേരുകയാണ്. ആനന്ദാണെങ്കിലോ കടമൊക്കെ വാങ്ങി ഒരു ഓട്ടോയും വാങ്ങുന്നു. എന്നാൽ ആനന്ദാണെങ്കിലോ ഓട്ടത്തിനൊന്നും പോകാതെ എപ്പോഴും വൈഷ്ണവി വീടിന് പുറത്ത് വരും എന്ന് നോക്കി അവളെ കാണാനായി വീടിന് പുറത്ത് നിൽക്കുകയാണ്. മാത്രവുമല്ല അവളെ കോളേജിൽ കൊണ്ടാക്കുകയും വിളിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നതൊക്കെ ആനന്ദാണ്. അങ്ങനെ വൈഷ്ണവിയെ മാത്രം ചിന്തിച്ച് ജീവിക്കുകയാണ് ആനന്ദ്. ആദ്യ ദിവസം വൈഷ്ണവിയെ കോളേജിൽ കൊണ്ടാക്കുന്നത് ആനന്ദാണ്. ആനന്ദാണെങ്കിലോ കുറച്ച് റൊമാൻറ്റിക്കായൊക്കെ പെരുമാറാൻ ശ്രമിക്കുമ്പോഴോ അതിനൊന്നുമുള്ള അവസരം നൽകാതെ വൈഷ്ണവി നടന്നു പോകുന്നു. കോളേജിലേക്ക് എത്തുമ്പോഴോ മറ്റുള്ള കുട്ടികളെല്ലാം നല്ല റിച്ച് ഫാമിലിയിൽ നിന്നുള്ള മോഡേൺ പിള്ളേരാണ്. വൈഷ്ണവിയും കൂട്ടുകാരിയും മാത്രമാണ് ചുരിദാറൊക്കെ ഇട്ട് പാവപ്പെട്ട കുടുംബത്തിൽ നിന്നെത്തിയത്. ക്ലാസ്സിലെത്തുമ്പോഴോ മറ്റുള്ള കുട്ടികളാണെങ്കിൽ ഇവരെ കളിയാക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ സീത എന്നൊരു പെൺകുട്ടി മാത്രം വൈഷ്ണവിയോടും കൂട്ടുകാരിയോടും നന്നായി പെരുമാറുകയും ഫ്രണ്ട്സ് ആകാം എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. എന്നാൽ സീതയാണെങ്കിലോ അത്ര നല്ല ഉദ്ദേശത്തോടെയല്ല അങ്ങനെ ഫ്രണ്ട് ആകാമെന്നൊക്കെ പെരുമാറിയത്. നോട്ട്സും അസൈൻമെന്റുമെല്ലാം അവരെ രണ്ടുപേരെയും കൊണ്ട് എഴുതിക്കാമെന്നുള്ള മൈൻഡാണ് സീതയ്ക്ക്. ക്ലാസ് കഴിഞ്ഞ് വരുന്ന വൈഷ്ണവിയെ ആനന്ദ് ഓട്ടോയിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഒരു സ്ഥലത്ത് ഓട്ടോ നിർത്തിയിട്ട് വൈഷ്ണവിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ആ ഗിഫ്റ്റ് കാണുന്ന വൈഷ്ണവി ഒരുപാട് സന്തോഷിക്കുകയാണ്. അത് തുറന്നു നോക്കുമ്പോൾ ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു. മൊബൈൽ ഫോൺ കാണുന്നതും വൈഷ്ണവിക്ക് ഒരുപാട് സന്തോഷമാകും. അതുപോലൊരു മൊബൈൽ ഫോൺ ആനന്ദും വാങ്ങിയിരുന്നു. വീട്ടിലെത്തിയ വൈഷ്ണവിയോട് ഫോണിനെ പറ്റി അമ്മ തിരക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ആനന്ദി എന്നൊരു കുട്ടിയുണ്ട്, അവൾ തന്നതാണ്, അവൾ ഒരുപാട് റിച്ച് ആണെന്നും വൈഷ്ണവി കള്ളം പറയും. അന്ന് രാത്രി വൈഷ്ണവിയും ആനന്ദും ഫോണിൽ സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. പിറ്റേ ദിവസം കോളേജിൽ വൈഷ്ണവിയും കൂട്ടുകാരിയും സീതയുടെയും ഗ്യാങ്ങിനും ഒപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കാർ വന്ന് നിൽക്കുന്നു. കാറിൽ നിന്നും സുന്ദരനായ ഒരു പയ്യൻ ഇറങ്ങി വരികയാണ്. അവന്റെ പേര് വിരാജ്. വിരാജിനെ കാണുന്ന പെൺകുട്ടികളെല്ലാം അവനെ തന്നെ നോക്കുന്നു. വൈഷ്ണവിയാണെങ്കിൽ അവനെ നോക്കി രസിക്കും, പക്ഷെ മനസ്സിലാണെന്ന് മാത്രം. സീതയുടെ അടുത്തെത്തുന്ന വിരാജിനോട് സീത പുതിയ അഡ്മിഷൻ ആണെന്ന് പറഞ്ഞ് വൈഷ്ണവിയെയും കൂട്ടുകാരിയെയും പരിചയപ്പെടുത്തുന്നു. വൈഷ്ണവിയെ കണ്ടതും വിരാജ് അവൾക്ക് ഷേക്ക് ഹാൻഡ് ഒക്കെ നൽകുകയാണ്. പിറ്റേ ദിവസം സീനിയേഴ്സ് വൈഷ്ണവിയെ റാഗ് ചെയ്യുകയായിരുന്നു. വിരാജാണ് അവളെ അവരിൽ നിന്നും രക്ഷിച്ചത്. അങ്ങനെ വൈഷ്ണവിയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആകാം, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ വിരാജിനോട് പറഞ്ഞ് അവർ രണ്ടുപേരും നല്ല കൂട്ടാകുന്നു. ദിവസങ്ങൾ കടന്നു പോകെ സീത എന്ത് പറഞ്ഞാലും അതൊക്കെ വൈഷ്ണവി അനുസരിക്കും. അവളുടെ കൂടെ ചേർന്ന് സിഗരറ്റ് വലിക്കുവാനൊക്കെ തുടങ്ങുന്നു. ഇതൊന്നും മറ്റേ കൂട്ടുകാരിക്ക് ഇഷ്ടമാകുന്നതേയില്ല.
മറ്റൊരു വശത്ത് ആനന്ദാണെങ്കിലോ അവന് കടമൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും വണ്ടി പണയം വെച്ച് കാശൊക്കെ വാങ്ങുന്നു. അത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിലൂടെ ആനന്ദ് കടന്നു പോകുമ്പോഴോ മറ്റൊരു വശത്ത് വൈഷ്ണവിയാണെങ്കിൽ മോഡേണായി മാറാനും തുടങ്ങുന്നു. ഒരിക്കൽ സീതയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പബ്ബിൽ പോകുന്നു, നീ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറ്റില്ലെന്ന് വൈഷ്ണവി പറയുന്നു. എന്നാൽ സീതയാണെങ്കിലോ അവളെ ഒരു മാളിൽ കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് ആവശ്യമായ ഡ്രസ്സും ചെരുപ്പും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് പാർലറിൽ കൊണ്ടുപോയി അവളുടെ ലുക്ക് തന്നെ മാറ്റി പഴയ വൈഷ്ണവിയിൽ നിന്നും നിറമൊക്കെയുള്ള സുന്ദരിയായ വൈഷ്ണവിയാക്കി മാറ്റുകയാണ്. അതൊക്കെ കഴിഞ്ഞ് സാധനങ്ങളുമായി മുഖമൊക്കെ മറച്ച് ആനന്ദിന്റെ ഓട്ടോയിൽ വന്ന് കയറുമ്പോൾ ആനന്ദാണെങ്കിലോ ഇവളെന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച് അവളുടെ മുഖത്ത് നിന്നും ഷോൾ അഴിച്ച് മാറ്റുന്നു. വൈഷ്ണവിയെ കാണുന്ന ആനന്ദാണെങ്കിൽ ഒന്ന് ഞെട്ടുകയാണ്. എന്താ നീ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൂട്ടുകാരികൾ കൊണ്ടുപോയ കാര്യവും പബ്ബിൽ രാത്രി പാർട്ടിയുണ്ട് എന്നുള്ള കാര്യവും ഒക്കെ ആനന്ദ് ഇത് കേട്ട് ആനന്ദിന് ദേഷ്യം വരികയും അവർക്കിടയിൽ ചെറിയ വഴക്കുണ്ടായി വൈഷ്ണവി പിണങ്ങി പോവുകയും ചെയ്യും. വീട്ടിലെത്തിയ വൈഷ്ണവിയാണെങ്കിൽ അമ്മയോട് കൊള്ളാമോ, ഫ്രണ്ട്സാണ് പാർലറിൽ കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നു. വൈഷ്ണവിയുടെ അച്ഛനാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാതെ വീട്ടിൽ മദ്യപിച്ചിരിക്കുന്ന ഒരാളാണ്. അന്ന് രാത്രി വൈഷ്ണവിയാണെങ്കിൽ പബ്ബിൽ പാർട്ടിക്ക് പോകുന്നു. മോഡേൺ വേഷത്തിലാണ് എത്തുന്നത്. വിരാജൊക്കെ വൈഷ്ണവിയെ കണ്ടൊന്ന് ഞെട്ടുകയാണ്. സീതയോടൊപ്പം ചേർന്ന് മദ്യപിക്കുകയും ഒക്കെ വൈഷ്ണവി ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ആനന്ദിനെ വിളിച്ചിട്ട് സോറിയൊക്കെ പറഞ്ഞ് ഓട്ടോയിൽ കോളേജിലും പോവുകയാണ് വൈഷ്ണവി. വൈഷ്ണവിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം കൂട്ടുകാരി ശ്രദ്ധിക്കുവാനായും തുടങ്ങി. മറ്റൊരു വശത്ത് എടുത്ത കാശ് തിരിച്ചടയ്ക്കാനാകാത്ത ആനന്ദിനെ പണം നൽകിയവരൊക്കെ ഒരുപാട് ടോർച്ചർ ചെയ്യും. ദിവസങ്ങൾ കടന്നുപോകെ വിരാജിന് വൈഷ്ണവിയോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരികയാണ്. ക്ലാസ്സിലിരിക്കുന്ന വിരാജാണെങ്കിൽ എപ്പോഴും വൈഷ്ണവിയെ തന്നെ നോക്കിയിരിക്കുന്നു. വിരാജിന് വൈഷ്ണവിയെ ഇഷ്ടമാണ്. ഒരിക്കൽ വിരാജാണെങ്കിൽ വൈഷ്ണവിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവൻ്റെ കാറൊക്കെ കാണുന്ന വൈഷ്ണവിക്ക് അതിൽ കയറാനൊരു മോഹം തോന്നുന്നു. ആനന്ദിനോട് ഫ്രണ്ടിനൊപ്പം പോയെന്ന് പറയാൻ കൂട്ടുകാരിയോടും പറയുന്നു. അവളാണെങ്കിലോ വൈഷ്ണവി പറഞ്ഞതുപോലെ ആനന്ദിനോട് കള്ളം പറയും. അവനാകെ വിഷമം. കള്ളം പറഞ്ഞതിൽ കൂട്ടുകാരിക്കും ഒരു ചെറിയ വിഷമമുണ്ട്. വിരാജ് കൊണ്ടാക്കുന്നത് വൈഷ്ണവിയുടെ അച്ഛൻ കാണുമെങ്കിലും അദ്ദേഹം ഒന്നും പ്രതികരിക്കുന്നതേയില്ല. നാളുകൾ കടന്നുപോകെ വൈഷ്ണവി വിരാജുമായി ഒരുപാട് അടുക്കുകയാണ്. ഇത് കാണുന്ന കൂട്ടുകാരിയാണെങ്കിൽ ആനന്ദ് പാവം ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനും വിരാജും നല്ല ഫ്രണ്ട്സ് ആണെന്ന് വൈഷ്ണവി മറുപടിയും പറയും. വൈഷ്ണവിയുടെ പ്രവൃത്തികൾ ഇഷ്ടമാകാത്ത കൂട്ടുകാരിയാണെങ്കിൽ അവളിൽ നിന്നും അകലം പാലിക്കുവാനായും തുടങ്ങും. മാത്രവുമല്ല കൂട്ടുകാരിയാണെങ്കിലോ മറ്റൊരു സ്ഥലത്തേക്ക് സീറ്റും മാറിയിരിക്കുന്നു. വൈഷ്ണവിയാണെങ്കിലോ സീതയോടൊപ്പം പോയിരിക്കുകയും ചെയ്യും. ആനന്ദിനെ കടം തിരികെ കൊടുക്കാനുള്ളവർ വന്ന് തല്ലുകയും ഒക്കെ ചെയ്യും. പാവം ആനന്ദ് പണം കടം വാങ്ങിയത് വൈഷ്ണവിക്ക് ഫോൺ വാങ്ങി നൽകാനായിരുന്നു. എന്നാൽ മറ്റൊരു വശത്താണെങ്കിലോ കോളേജിൽ വിരാജ് വൈഷ്ണവിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അതൊരു ഐഫോൺ ആയിരുന്നു. ആ ഫോണാണെങ്കിൽ ആനന്ദിനെ കൊണ്ട് കാണിച്ചിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നു. എന്നിട്ട് നിന്നെ കൊണ്ട് ഈ ഒരു സാധാരണ ഫോണല്ലേ വാങ്ങിത്തരാൻ പറ്റിയുള്ളൂ, എൻ്റെ ഫ്രണ്ട് ഐഫോണാണ് വാങ്ങി തന്നതെന്നൊക്കെ പറഞ്ഞ് ഓവറായി സംസാരിക്കുവാനും തുടങ്ങുന്നു. ആനന്ദിനാണെങ്കിലോ അത് കേട്ട് ടെൻഷനായി അവർ തമ്മിൽ ചെറിയ വഴക്കുമുണ്ടാവുകയാണ്. ശരി, വഴക്കു കൂടിയത് സോൾവ് ചെയ്യാൻ ആനന്ദാണെങ്കിൽ വൈഷ്ണവി ഒരു സ്ഥലത്തേക്ക് സംസാരിക്കാനായി വിളിക്കുമ്പോഴോ അവിടെ എത്തിയ വൈഷ്ണവിയാണെങ്കിൽ ഐഫോണിനെ പറ്റി വാതോരാതെ സംസാരിക്കുന്നു. ഒരു സമയം കഴിഞ്ഞപ്പോൾ വഴക്ക് ഓവറായപ്പോൾ ആനന്ദ് വാങ്ങിക്കൊടുത്ത ഫോണാണെങ്കിൽ വൈഷ്ണവി അവന് തിരികെ കൊടുക്കുന്നു. എന്നാൽ ആനന്ദാണെങ്കിലോ അത് വാങ്ങി തറയിലെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. വൈഷ്ണവിയെ മോശമായി കുറെ പറയുകയും ചെയ്യുന്നു. അത് കേട്ട് ദേഷ്യം വന്ന വൈഷ്ണവിയാണെങ്കിൽ ഇറങ്ങി പോവുകയാണ്. പിറ്റേ ദിവസം വൈഷ്ണവിയാണെങ്കിൽ ആനന്ദിന്റെ ഓട്ടോയിൽ കയറാതെ മറ്റൊരാളുടെ ഓട്ടോയിൽ കയറിയും പോകുന്നു. ആനന്ദ് വിളിച്ചാലും അവൾ ഫോൺ എടുക്കാറേയില്ല. അന്ന് രാത്രിയാണെങ്കിൽ വിരാജ് അവന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു പബ്ബിലേക്ക് അവളെ വിളിക്കുന്നു. രാത്രി പബ്ബിലെത്തിയ വൈഷ്ണവിയാണെങ്കിൽ മദ്യപിച്ച് ഓവറായി ആനന്ദിനെ ഫോൺ വിളിച്ച് സംസാരിക്കും. ആനന്ദിനാണെങ്കിലോ വൈഷ്ണവി സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷവും. മറ്റൊരു വശത്ത് വൈഷ്ണവിയെ വിരാജ് പ്രപ്പോസ് ചെയ്യുകയാണ്. അതിന് നോ പറഞ്ഞ വൈഷ്ണവിയാണെങ്കിൽ വിരാജ് വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ എത്തി വിരാജിനെ ആശ്വസിപ്പിക്കും. അതേസമയം ആനന്ദാണെങ്കിൽ അവൾക്ക് ഐ ലവ് യു എന്നൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അവളാണെങ്കിൽ ലവ് യു എന്ന മെസ്സേജ് തിരിച്ചും അയച്ചിട്ട് വിരാജിനെ കിസ് ചെയ്യുന്നു. ആനന്ദാണെങ്കിലോ ഇതൊന്നും അറിയുന്നതേയില്ല. പിറ്റേ ദിവസം രാവിലെ ഉറക്കമുണർന്ന വൈഷ്ണവിക്ക് തലേ ദിവസം മദ്യപിച്ച് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. കുറ്റബോധം തോന്നിയ വൈഷ്ണവിയാണെങ്കിൽ വിരാജിനെ ഫോൺ വിളിച്ചിട്ട് നടന്നതെല്ലാം മറന്നു കളയണം, ഇതിന്റെ പേരിൽ നീ ലവ് ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്നൊക്കെ പറയുന്നു. അന്ന് വൈഷ്ണവി കോളേജിൽ പോകാതെ ആനന്ദിനെയും കൊണ്ട് സിനിമ കാണാൻ തിയേറ്ററിലേക്കും പോകുന്നു. ആനന്ദ് കുറച്ച് റൊമാൻറ്റിക് ആയൊക്കെ പെരുമാറാനായി നോക്കുമ്പോൾ വൈഷ്ണവി അതിന് സമ്മതിക്കത്തേയില്ല. എന്നാൽ ഒരു സമയം എത്തുമ്പോൾ വൈഷ്ണവിയാണെങ്കിൽ ആനന്ദിനെ കിസ് ചെയ്യാനായി ശ്രമിക്കുമ്പോൾ ആനന്ദാണെങ്കിൽ കല്യാണത്തിന് ശേഷം അതൊക്കെ മതി എന്നൊക്കെ പറയുകയാണ്.
പിന്നീടുള്ള ദിവസങ്ങളിൽ കോളേജിലെത്തുന്ന വൈഷ്ണവിയാണെങ്കിൽ വിരാജിനെ ഒഴിവാക്കുവാനായും തുടങ്ങുന്നു. അവനോട് മിണ്ടത്ത് പോലുമില്ല. വിരാജാണെങ്കിൽ വൈഷ്ണവിയുടെ പ്രവൃത്തിയിൽ വിഷമിച്ച് മദ്യപിച്ചു നടക്കുന്നത് കൊണ്ട് വൈഷ്ണവിയാണെങ്കിൽ അവനോട് നിനക്ക് എന്ത് വേണമെന്ന് വൈഷ്ണവി ചോദിക്കുമ്പോൾ 30 ദിവസം നീ എന്നോട് ഡേറ്റ് ചെയ്യണമെന്നും വിരാജ് പറയുന്നു. വേറെ വഴിയില്ലാത്ത വൈഷ്ണവിയാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യും. ഈ 30 ദിവസം വിരാജാണെങ്കിൽ വൈഷ്ണവിയുടെ മനസ്സ് മാറ്റാനായിട്ട് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ അവൾക്ക് വാങ്ങി നൽകും. 30-ാം ദിവസം വിരാജാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് പാർട്ടി വെക്കുകയാണ്. അന്ന് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അത് കണ്ട് ദേഷ്യം വന്ന വൈഷ്ണവിയാണെങ്കിൽ നീ 30 ദിവസം ചോദിച്ചു, അത് ഞാൻ നിനക്ക് തന്നു, ഇനി അത് ശരിയാകില്ലെന്ന് പറഞ്ഞ് വൈഷ്ണവി ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ 30 ദിവസവും വൈഷ്ണവി വിരാജിനോടൊപ്പം ഉണ്ടായിരുന്നത് കണ്ട ആനന്ദിന്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ അക്കാര്യം ആനന്ദിനോട് വന്ന് പറയുന്നു. വൈഷ്ണവിയാണെങ്കിലോ അങ്ങനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ആനന്ദാണെങ്കിൽ ആ കൂട്ടുകാരനെയും വഴക്ക് പറയുന്നു. ആനന്ദിനാണെങ്കിലോ വൈഷ്ണവിയെ അത്രയ്ക്കും വിശ്വാസവും സ്നേഹവും ഒക്കെയാണ്. ഒരിക്കൽ വൈഷ്ണവിയാണെങ്കിൽ വിരാജ് നൽകിയ ഗിഫ്റ്റൊക്കെ അവന് തിരികെ നൽകി ഇനി അവനുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറയും. വിരാജാണെങ്കിലോ അപ്പോൾ അവൾക്കൊരു വീഡിയോ കാണിക്കുന്നു. വൈഷ്ണവിയാണെങ്കിൽ പബ്ബിൽ വെച്ച് വിരാജിനെ കിസ് ചെയ്ത വീഡിയോ ആയിരുന്നു അത്. ഞാൻ ഇത് വെച്ച് നിന്നെ ബ്ലാക്ക്മെയിൽ ഒന്നും ചെയ്യില്ല, നമ്മുടെ ഓർമ്മയ്ക്കായി ഞാൻ ഇത് സൂക്ഷിക്കുമെന്നും അവൻ പറയുന്നു. വൈഷ്ണവിക്കാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാതെ സീതയോട് ആ വിവരം പറയുമ്പോൾ സീത പറയും, നീ ഒരു രാത്രി അവനോടൊപ്പം ചെല്ലുവാനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വൈഷ്ണവിയാണെങ്കിൽ തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം അവളോട് തുറന്നു പറയുന്നു. എന്നാൽ സീതയാണെങ്കിലോ അതൊന്നും ഒരു പ്രശ്നവുമില്ല, ആരും അറിയാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള കാര്യം പറയുന്നു. നീ അതിന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വെച്ച് നിന്നെ അവൻ നാണം കെടുത്തും, നിന്റെ കുടുംബവുമെല്ലാം എല്ലാവരുടെ മുമ്പ് നാണം കെട്ട് എല്ലാവരും നിന്നെ നോക്കി ചിരിക്കുന്ന ഒരു ദിവസം വരും എന്നൊക്കെ അവൾ പറയുന്നു. സീതയാണെങ്കിലോ മനഃപൂർവ്വം അവളെ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. സീത പറഞ്ഞത് കേട്ട് മറ്റു വഴിയില്ലാത്ത വൈഷ്ണവിയാണെങ്കിൽ വീഡിയോ ലീക്കാകുമെന്ന് പേടിച്ച് വിരാജിനെ വിളിച്ചിട്ട് ഒരു രാത്രി ഞാൻ നിന്റെ കൂടെ കഴിയാൻ തയ്യാറാണെന്നും പറയുന്നു. വിരാജാണെങ്കിലോ അത് കേൾക്കുമ്പോൾ അവന്റെ വീട്ടിലേക്ക് അവളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. വൈഷ്ണവിയാണെങ്കിലോ താൻ തെറ്റ് ചെയ്യുന്നു എന്നോർത്ത് ഒരുപാട് കരയുകയാണ്. പിറ്റേ ദിവസം ആനന്ദിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആനന്ദാണെങ്കിലോ അവൾക്കൊരു സാരിയൊക്കെ ഗിഫ്റ്റ് നൽകിയിരുന്നു. അന്ന് രാത്രി ആനന്ദാണെങ്കിൽ വൈഷ്ണവി വിഷ് ചെയ്യാൻ വിളിക്കുമെന്നോർത്ത് കാത്തിരിക്കും, പക്ഷെ അവൾ വിളിച്ചതേയില്ല. വിരാജ് ആണെങ്കിൽ വൈഷ്ണവിയോട് സാരി ഉടുത്ത് വരണമെന്ന് പറയുമ്പോൾ ആനന്ദ് ഗിഫ്റ്റ് നൽകിയ സാരി അവൾ ഉടുക്കുന്നു. അന്ന് രാത്രി പോകാൻ അവൾ ബുക്ക് ചെയ്ത ക്യാബ് ക്യാൻസൽ ആയതിനാൽ ആനന്ദിനെ വിളിക്കുന്നു. കൂട്ടുകാരിയുടെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡി ആണെന്ന് അവൾ കള്ളം പറയുകയാണ്. വൈഷ്ണവിയാണെങ്കിൽ ആനന്ദ് ഗിഫ്റ്റ് കൊടുത്ത സാരി ഉടുത്തു വരുന്നത് കാണുമ്പോൾ ആനന്ദിന് ഒരുപാട് സന്തോഷമാകും. ആനന്ദാണെങ്കിലോ വൈഷ്ണവിയെ എത്രമാത്രം പ്രണയിക്കുന്നു എന്നുള്ളത് തുറന്നു പറയുമ്പോൾ വൈഷ്ണവിയാണെങ്കിൽ അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവനൊരു ഉമ്മയും കൊടുത്ത് വിരാജിന്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നു. ഒന്നും അറിയാത്ത ആനന്ദാണെങ്കിലോ വൈഷ്ണവി ഉമ്മ കൊടുത്ത സന്തോഷത്തിലാണ്. അങ്ങനെ വൈഷ്ണവിയും വിരാജും ഒരു രാത്രി സ്പെൻഡ് ചെയ്യുന്നു. മറ്റൊരു വശത്ത് ആനന്ദാണെങ്കിലോ ഇതൊന്നും അറിയാതെ അവളുടെ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്നു. വൈഷ്ണവിയാണെങ്കിൽ വിരാജുമായി ഉണ്ടായ കാര്യം സീതയോട് തുറന്നു പറയുകയാണ്. വൈഷ്ണവി അറിയാതെ സീതയാണെങ്കിൽ ഒരു പയ്യനെ കൊണ്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്യാനായും പറഞ്ഞിരുന്നു. അത് മറ്റാരുമല്ല, ആനന്ദിന്റെ ഫ്രണ്ടായിരുന്നു. ആ ഫ്രണ്ടാണെങ്കിലോ നടന്ന കാര്യമെല്ലാം ആനന്ദിനോട് വന്ന് തുറന്നു പറഞ്ഞ് വീഡിയോയും കാണിച്ചു കൊടുക്കുമ്പോൾ ആനന്ദ് ആകെ തകർന്നു പോകുന്നു. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചു, അത് എന്റെ പെണ്ണല്ലേടാ എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് കരയുന്നു. അതിനുശേഷം വൈഷ്ണവിയെ കൊല്ലാനായി കത്തിയുമായി പോകുമെങ്കിലും ആനന്ദിന് അതിന് കഴിഞ്ഞതേയില്ല. എന്നാൽ മറ്റൊരു വശത്ത് സീതയാണെങ്കിലോ വിരാജിനോട് എല്ലാ കാര്യവും തുറന്നു പറയുന്നു. എന്തെന്നാൽ സീതയോട് വൈഷ്ണവിയാണെങ്കിൽ തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന കാര്യം തുറന്നു പറഞ്ഞിരുന്നല്ലോ. അക്കാര്യമൊക്കെ അറിഞ്ഞ വിരാജാണെങ്കിൽ താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി വൈഷ്ണവിയെ കാണാനായി എത്തി. എല്ലാവരോടും തിരക്കുന്നു. ഒരു ഘട്ടം എത്തുമ്പോഴോ ആനന്ദിനോട് തന്നെ വൈഷ്ണവിയെ പറ്റി തിരക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് ആനന്ദ് പറഞ്ഞ് വിരാജിനെ മറ്റൊരു ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടും പോകുന്നു. അവനൊരു തൊപ്പിയും വെച്ചിട്ടുണ്ടായിരുന്നു. വിരാജ് വിളിച്ചിട്ട് വൈഷ്ണവി ഫോൺ എടുക്കാത്തോണ്ട് വൈഷ്ണവിയുടെ വീടിന് മുന്നിൽ നിൽക്കുന്നുവെന്ന് അവനൊരു ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ പേടിച്ച വൈഷ്ണവിയാണെങ്കിൽ ഇറങ്ങി വന്ന ഓട്ടോയിലും കയറുന്നു. നീ ഇവിടെ എന്തിനാ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ വിരാജ് ചോദിക്കുന്നു. അപ്പോൾ ആനന്ദ് ഓട്ടോയിലിരുന്ന് വൈഷ്ണവിയെ ഫോൺ വിളിക്കുമ്പോൾ എന്റെ അണ്ണൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വൈഷ്ണവിയാണെങ്കിൽ ഇറങ്ങി പോവുകയാണ്. അതേസമയം ആനന്ദാണെങ്കിൽ വൈഷ്ണവി സംസാരിക്കുന്നത് സ്പീക്കറിലിട്ട് വിരാജിനെ കേൾപ്പിക്കുന്നു. അപ്പോഴാണ് ആനന്ദാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് വിരാജിന് മനസ്സിലാകുന്നത്. വൈഷ്ണവിക്ക് ആനന്ദ് ആ ഓട്ടോയിലുള്ളത് മനസ്സിലായതേയില്ല. ഓട്ടോയിൽ നിന്നും പുറത്തിറങ്ങിയ ആനന്ദാണെങ്കിൽ മാറി നിന്ന വൈഷ്ണവിയോട് നീ ആരോടെ സംസാരിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതോ അതെന്റെ അണ്ണനാണെന്ന് വിരാജിനെ അവൾ പറയുന്നു. വിരാജും അതേസമയം അവിടെ എത്തുകയാണ്. സംഭവം കൈവിട്ടു പോയെന്ന് വൈഷ്ണവിക്ക് മനസ്സിലാകുന്നു. വിരാജ് ആണെങ്കിലോ ആനന്ദിനെ കൊല്ലാനായി കത്തിയുമായിരുന്നു എത്തിയത്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആനന്ദിനെ കാണുമ്പോൾ ഇവന്റെ മേൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് വിരാജ് കത്തി താഴേക്കും എറിയുന്നു.
നാട്ടുകാരുടെയൊക്കെ മുന്നിൽ നാണം കെട്ട വൈഷ്ണവിയാണെങ്കിൽ ആ കത്തിയെടുത്ത് കൈയും കഴുത്തും മുറിക്കുകയാണ്. നാട്ടുകാരെല്ലാം അവരെ രണ്ടുപേരെയും തല്ലുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വൈഷ്ണവിയെ ഹോസ്പിറ്റലിലും എത്തിക്കുകയാണ്. അച്ഛനാണെങ്കിലോ അവളെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. മറ്റൊരു വശത്ത് ആനന്ദിന്റെ അമ്മയാണെങ്കിൽ കഷ്ടപ്പെട്ട് സ്റ്റേഷനിൽ നിന്നും ഇറക്കുകയാണ്. അമ്മയാണെങ്കിലോ അവന് കാശിന്റെ പ്രശ്നമാണെന്ന് കരുതി അവരുടെ സ്വർണവും അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന പണവും ഒക്കെ അവന് നൽകുന്നു. അതൊക്കെ കാണുന്ന ആനന്ദ് അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണ്. എന്നാൽ പിറ്റേ ദിവസം അമ്മയാണെങ്കിലോ ഉറക്കത്തിൽ നിന്നും ഉണരത്തേയില്ല, മരണപ്പെട്ടു പോയിരുന്നു. ആനന്ദാണെങ്കിൽ ആകെ തകർന്ന് ഒറ്റപ്പെട്ടൊരവസ്ഥയിലുമാകുന്നു. അതേസമയം വൈഷ്ണവിയാണെങ്കിൽ ഡിസ്ചാർജൊക്കെ ആയി വീട്ടിലെത്തുമ്പോഴോ ആനന്ദിന്റെ അമ്മ മരണപ്പെട്ട കാര്യം അറിഞ്ഞ് അവൾ ഒരുപാട് പൊട്ടിക്കരയുകയാണ്. അതിനുശേഷം പ്ലാറ്റ്ഫോമിൽ അനാഥനായി മദ്യപിച്ച് ആനന്ദ് കിടക്കുമ്പോൾ വൈഷ്ണവിയാണെങ്കിൽ അവനെ കാണാനായി എത്തി മാപ്പ് പറയുന്നു. ഞാൻ നിന്നെ മാത്രമാണടാ സ്നേഹിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ദയവ് ചെയ്ത് എന്നെ വിട്ട് നീ പോ എന്നൊക്കെ അവളുടെ കാലിൽ വീണ് ആനന്ദ് പറയുന്നു. വൈഷ്ണവിയാണെങ്കിലോ അതൊക്കെ കണ്ട് ഒന്നും മിണ്ടാതെ നടന്നു പോവുകയാണ്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരിക്കൽ മദ്യപിച്ച് ഓട്ടോ ഓടിച്ചു വരുന്ന ആനന്ദാണെങ്കിൽ ഒരു ഫ്ലെക്സ് കാണുന്നു. അത് വൈഷ്ണവിയുടെ വിവാഹ ഫോട്ടോയായിരുന്നു. വൈഷ്ണവിയാണെങ്കിലോ ഭർത്താവിനോടൊപ്പം ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുമ്പോൾ ദൂരെ മാറി നിന്ന് അവളെ നോക്കുകയായിരുന്നു ആനന്ദ്. ആനന്ദിനെ കാണുന്ന വൈഷ്ണവിയുടെ മുഖത്തെ ചിരിയും അപ്പോൾ മായുകയാണ്. വൈഷ്ണവിയെ കണ്ട് കരഞ്ഞുകൊണ്ട് ഓട്ടോയും എടുത്ത് ആനന്ദ് പോകുമ്പോൾ ആ ഓട്ടോയിൽ അവളുടെ ഫോട്ടോയുണ്ട്. ഇപ്പോഴും ആനന്ദ് അവളെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആനന്ദാണെങ്കിലോ തന്റെ പ്രണയത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളും മോശ ഓർമ്മകളുമായി ആനന്ദിന്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.